Hi dears, welcome back to Mayflower. Today we are doing some important questions from the paper Creative Writing. Creative Writing, it is a paper for 6th sem BA English students. BA English എടുത്ത കുട്ടികൾക്ക് 6th സെമ്മിലെ കുട്ടികൾക്കുള്ള മെയിൻ പേപ്പറാണ് ക്രിയേറ്റീവ് റൈറ്റിംഗ്. ഈ പേപ്പറിലെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, പതറ്റിക് ഫാലസി. It is the attribution of human emotions and conduct to things in nature. പ്രകൃതിയിലുള്ള ജീവജാലങ്ങൾക്ക് മനുഷ്യന്റെ ഗുണങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വഭാവം അല്ലെങ്കിൽ മനുഷ്യന്റെ ഇമോഷൻസ് ആരോപിക്കുന്നതിനെയാണ് പതറ്റിക് ഫാലസി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് പേഴ്സോണിഫിക്കേഷൻ. ഒരു തരത്തിലുള്ള പേഴ്സോണിഫിക്കേഷൻ ആണ് ഈ പതറ്റിക് ഫാലസി. ഫോർ എക്സാമ്പിൾ, ഏറ്റവും നല്ല ഉദാഹരണം അഭിജ്ഞാന ശാകുന്തളത്തില് ശകുന്തള ദുഷ്യന്തന്റെ കൊട്ടാരത്തിലേക്ക് പോകുന്ന സമയത്ത് അവിടുത്തെ പക്ഷിമൃഗാദികൾ, അതേപോലെ വൃക്ഷലതാദികൾ, ഇതൊക്കെ ദുഃഖപരമായി കാണപ്പെടുന്നു. ഏറ്റവും നല്ല ഉദാഹരണമാണ് അത്. അതായത് മനുഷ്യന്റെ ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ പ്രകൃതിയിലുള്ള ജീവജാലങ്ങളിൽ കാണപ്പെടുന്ന ആ ഒരു പ്രതിഭാസത്തെയാണ് പതറ്റിക് ഫാലസി എന്നറിയപ്പെടുന്നത്. എക്സാമ്പിൾ, ക്ലൗഡ്സ് സീൻ സലൻ. മേഘങ്ങൾ ദുഃഖമയമായി കാണപ്പെടുക. അതായത് ഇപ്പം വിരുമ്പി പൊട്ടാൻ നിൽക്കുന്ന രീതിയിൽ കാർമേഘമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. കാർമേഘം ആകെ നിറഞ്ഞു നിൽക്കുകയാണ്, പെട്ടെന്ന് മഴ പെയ്യുന്ന രീതിയിലേക്ക്. അതിനെ സങ്കല്പിക്കുന്നത് ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന മേഘങ്ങളെന്നാണ്. അതേപോലെ തന്നെ ലീവ്സ് ബിഗാൻ ടു ഡാൻസ്. കാറ്റിലാടുന്ന ഇലകൾ, ആൻഡ് ദാറ്റ് ലീവ്സ് ആർ സപ്പോസ്ഡ് ടു ബി ഡാൻസിങ് ഇൻ ദ വിൻഡ്. ഈ കാറ്റില് ആടുന്ന ഇലകൾ അത് സന്തോഷം കൊണ്ട് ആടുന്നു എന്ന ആ ഒരു ഫീലിംഗ്, ഹാപ്പിനെസ് അവിടെ ആട്രിബ്യൂട്ട് ചെയ്യാണ്. അതേപോലെ തന്നെ റോക്സ് സീൻ ഇൻഡിഫറൻറ്റ്. പാറ പോലെയുള്ള മനുഷ്യൻ എന്ന് പറയാറുണ്ട്. ദാറ്റ് മീൻസ് റോക്സ് സീൻ ഇൻഡിഫറൻറ്റ്. ഇൻഡിഫറൻറ്റ് മീൻസ് യാതൊരു ഭാവഭേദവും ഇല്ലാതെ, യാതൊരു ഇമോഷനും ഇല്ലാതെ പാറ പോലെ ഇരിക്കുക. ആ പാറയ്ക്ക് യാതൊരു ഇമോഷൻസും ഇല്ലാത്ത അവസ്ഥ. ഇതൊക്കെ ഒരു തരം പതറ്റിക് ഫാലസിയാണ്. നെക്സ്റ്റ് വൺ, ഹീറോയിക് കപ്ലെറ്റ്. Heroic couplet is a rhyming couplet or two lines of poetry written in iambic pentameter. Iambic pentameterൽ എഴുതപ്പെട്ട രണ്ട് വരികളെയാണ് റൈമിംഗ് ആയിട്ടുള്ള, താളമുള്ള, പ്രാസമുള്ള വരികളെയാണ് ഹീറോയിക് കപ്ലെറ്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ഈച്ച് ലൈൻ കൺസിസ്റ്റ് ഓഫ് 5 iamb ആൻഡ് 10 syllables. ഓരോ വരിയിലും 5 അയാമ്പുകളും 10 സിലബിളുമായിരിക്കും ഉണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ, മെറ്റാഫിക്ഷൻ. ഇറ്റ് ഈസ് എ ഫോം ഓഫ് ഫിക്ഷൻ that emphasizes its own narrative structure to remind the audience that they are reading or viewing a fictional work. ഒരു ഫിക്ഷണൽ വർക്കാണ്, ഒരു ഇമാജിനറി സ്റ്റോറിയാണ് തങ്ങൾ വായിക്കുന്നത് എന്ന ബോധം വരുത്തുന്ന രീതിയിലുള്ള കൃതികളെയാണ് മെറ്റാഫിക്ഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഓക്സിമറോൺ. ഇറ്റ് ഈസ് എ ഫിഗർ ഓഫ് സ്പീച്ച് ഇൻ വിച്ച് കോൺട്രഡിക്ടറി വേർഡ്സ് ആർ ജോയിൻഡ് ടുഗദർ. കോൺട്രഡിക്ടറി ആയിട്ടുള്ള, ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള വാക്കുകൾ പരസ്പരം ബന്ധിപ്പിച്ച് എഴുതുന്ന പോയറ്റിക് ഡിവൈസ് ആണ്. അതൊരു ഫിഗർ ഓഫ് സ്പീച്ച് ആണ്, അലങ്കാര പ്രയോഗമാണ്. അതിനെയാണ് ഓക്സിമറോൺ എന്നറിയപ്പെടുന്നത്. ജസ്റ്റ് എക്സാമ്പിൾ ഈസ് ഓൾഡ് ന്യൂസ്. പഴയ വാർത്ത. വാർത്ത എന്ന് പറയുന്നത്, ന്യൂസ് എന്ന് പറയുന്നത് തന്നെ ന്യൂ തിങ്സ് ആണ്. ആ ഓൾഡ് ന്യൂസ്. അതേപോലെ തന്നെ ഓർഗനൈസ്ഡ് കയോസ്. ഓർഗനൈസ്ഡ് കയോസ്. കയോസ് മീൻസ് പ്രശ്നങ്ങൾ, അത് ഓർഗനൈസ്ഡ് കയോസ്. ദെൻ നെക്സ്റ്റ് വൺ, ബിറ്റർ സ്വീറ്റ്. മധുര നമ്പർ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പറയാറുള്ള പ്രയോഗങ്ങൾ. അതേപോലെ ഡെഫനിങ് സൈലൻസ്. ഡെഫനിങ് നോയ്സ് ആണ് പറയുക, കാതടപ്പിക്കുന്ന ശബ്ദം. പക്ഷെ കാതടപ്പിക്കുന്ന നിശബ്ദത നമ്മൾ പറയാറില്ല. ആ രണ്ടും ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയുള്ള വാക്കുകൾ യോജിപ്പിക്കുന്നതിനെയാണ് ഓക്സിമറോൺ എന്ന് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ ഈസ് വേഴ്സ് ഡ്രാമ. വേഴ്സ് ഡ്രാമ മീൻസ് ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് ഡ്രാമ that is in poetic form. That means having line endings. The best example is Prometheus Unbound by P.B. Shelley. P.B. ഷെല്ലിയുടെ Prometheus Unbound ആണ് വേഴ്സ് ഡ്രാമയ്ക്ക് ഉദാഹരണം. വേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയട്രി എന്നുള്ള അർത്ഥമാണ്. നെക്സ്റ്റ് വൺ, എപ്പിസ്റ്റോളറി നോവൽ. The novel in the form of letters is called epistolary novel. ലെറ്ററിന്റെ രൂപത്തിലുള്ള നോവലിനെയാണ് എപ്പിസ്റ്റോളറി നോവൽ എന്നറിയപ്പെടുന്നത്. ആൻഡ് ദ ബെസ്റ്റ് എക്സാമ്പിൾ ഇസ് പമേല ഓർ വെർച്യൂ റിവാർഡഡ് ബൈ സാമുവൽ റിച്ചാർഡ്സൺ. ആദ്യത്തെ നോവലാണ് സാമുവൽ റിച്ചാർഡ്സന്റെ പമേല. അതിന്റെ മറ്റൊരു പേരാണ് വെർച്യൂ റിവാർഡഡ്. ഈ നോവലാണ് ആദ്യത്തെ നോവൽ. and that novel is in the form of epistolary
നോവൽ. എപ്പിസ്റ്റോളറി എന്ന് പറഞ്ഞാൽ ലെറ്റർ രൂപത്തിലുള്ള നോവലുകൾ. നെക്സ്റ്റ് വൺ ഈസ് ഹൈപ്പർബലി. It is a figure of speech which shows an exaggeration of actions or things. പൊടിപ്പും തൊങ്ങലും വെച്ച് ഊതിപ്പെടിപ്പിച്ച് പറയുന്നതിനെയാണ് ഹൈപ്പർബലി എന്നറിയപ്പെടുന്നത്. ഇതൊരു പോയറ്റിക് ഡിവൈസ് ആണ്, ഒരു ടെക്നിക്കാണ് ഹൈപ്പർബലി. ദാറ്റ് മീൻസ് എക്സാജറേഷൻ. എക്സാമ്പിൾ, ഐ ടോൾഡ് യു 1000 times. നമ്മളെപ്പോഴും പറയുന്നത് നിങ്ങളോട് ഞാൻ 1000 വട്ടം പറഞ്ഞിട്ടില്ലേ. 1000 വട്ടം ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല, 1-2 പ്രാവശ്യം ആയിരിക്കും, അല്ലെങ്കിൽ 3-4 പ്രാവശ്യം. പക്ഷെ പറയുമ്പോൾ പറയും, ഞാൻ നിന്നോട് 1000 വട്ടം പറഞ്ഞതല്ലേ. ദാറ്റ് ഈസ് എൻ എക്സാജറേഷൻ. സച്ച് ടൈപ്പ് ഓഫ് എക്സാജറേഷൻ ഈസ് കോൾഡ് hyperbole. Next one, poetic license. It is the right of the poet or writer to use words of his own choice. ഒരു കവിക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരന് അയാൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ പദപ്രയോഗങ്ങൾ ഉപയോഗിക്കാനുള്ള ആ ഒരു അധികാരത്തെയാണ് പോയറ്റിക് ലൈസൻസ് എന്നറിയപ്പെടുന്നത്. ഇറ്റ് ഈസ് ഹിസ് റൈറ്റ് ടു യൂസ് പ്രോപ്പർ വേർഡ്സ് ഓർ ഹിസ് ഫേവറിറ്റ് വേർഡ്സ്. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വാക്കുകൾ ചിലപ്പോൾ വേർബ്, ഓബ്ജക്റ്റ്, സബ്ജക്റ്റ് അതൊക്കെ തലതിരിച്ചൊക്കെ എഴുതാം. അതൊക്കെ അദ്ദേഹത്തിന്റെ ലൈസൻസ് ആണ്, പോയറ്റിക് ലൈസൻസ് എന്നാണ് അത് അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, IPR, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്. ഇത് സാധാരണ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് IPR അല്ലെങ്കിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്? ദേ ആർ ദി റൈറ്റ്സ് ഗിവൺ ടു എ പേഴ്സൺ ഓവർ ദ ക്രിയേഷൻ ഓഫ് ഹിസ് മൈൻഡ്. ഒരു വ്യക്തിക്ക് അയാളുടെ സൃഷ്ടി അതിന്മേലുള്ള അയാളുടെ അവകാശത്തെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് എന്നറിയപ്പെടുന്നത്. ആൻഡ് ദേ ഗീവ് എക്സ്ക്ലൂസീവ് റൈറ്റ് ഓവർ ദ യൂസ് ഓഫ് ഹിസ് ഓർ ക്രിയേഷൻ ഫോർ എ സർട്ടൻ പീരീഡ് ഓഫ് ടൈം. ഒരു പ്രത്യേക കാലയളവിൽ ആ കൃതിക്ക് പൂർണ്ണമായ അധികാരം അദ്ദേഹത്തിന് മാത്രമായിരിക്കും. അതിനെയാണ് ഈ ഒരു IPR എന്നറിയപ്പെടുന്നത്. നമ്മൾ പറയാറുണ്ട് കോപ്പിറൈറ്റ്, അങ്ങനെയുള്ള ആ അധികാരങ്ങളൊക്കെ, കോപ്പിറൈറ്റ് കിട്ടുക എന്നൊക്കെ പറയുന്നത് ആ ഒരാളുടെ കൃതി മറ്റൊരാൾ ഉപയോഗിക്കുന്ന സമയത്താണ് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത്. ഒരു വ്യക്തിക്ക് ആ വ്യക്തിയുടെ ആ കൃതിയുടെ മേൽ പൂർണ്ണമായിട്ടുള്ള അധികാരം, ഒരു പ്രത്യേക കാലഘട്ടത്തിലുള്ള അധികാരത്തെയാണ് IPR എന്ന് അറിയപ്പെടുന്നത്. These are the important questions. Hope you enjoyed it. Thank you.